ഹലോ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ജൂൺ മാസത്തെ പ്ലാനർ തയ്യാറാക്കാം. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ബോക്സ് ആണ് കേട്ടോ. ഈ ബോക്സിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല, എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇതിൽ വെഡ്ഡിങ് കാർഡ്സ് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്, സ്റ്റിക്കേഴ്സ്, പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ ഇതിൽ വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ജേർണലിനും പ്ലാനേഴ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ബോക്സിൽ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഞാൻ ജേർണലിന് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സൊന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല. ഇതേപോലെ സൂക്ഷിച്ച് വെച്ച കാർഡ്സ് എല്ലാം ഉണ്ടാവില്ലേ, അതിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യും. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളല്ലേ, അതെല്ലാം ഇതുപോലെ ഞാൻ യൂസ് ചെയ്യും. ഇത് 2024 ജൂൺ മാസത്തിലെ പ്ലാനറാണ് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ പ്ലാനർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡയറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള നോട്ട് ബുക്കായാലും മതിയാവും. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കളേഴ്സും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പേജ് നമ്മുടെ മെയിൻ പേജാണ് കേട്ടോ. ഈ ഒരു പേജിൽ ജൂൺ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഞാൻ പ്ലാനർ ചെയ്യാറുണ്ട്. ഈ പ്ലാനർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പെല്ലാം ഞാൻ ചെയ്ത പ്ലാനേഴ്സ് ഉണ്ടല്ലോ, ആ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും പ്ലാനർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഇതിലെന്തെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഓരോന്നിൻ്റെയും റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പ്ലാനർ ഉണ്ടല്ലോ, ഇതെൻ്റെ ഓൺ ഐഡിയയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോന്നിനും ഓരോ റീസൺ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയത് എൻ്റെ ഈ ചാനലിലാണ്. വേറെ ഏതെങ്കിലും ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ നോക്കിയ പ്രകാരം ഫസ്റ്റ് ടൈം ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയത് ഈ ചാനലിലാണ്. അത് ഞാൻ എൻ്റെ ഓൺ ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ടാണ് ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയത്. ഞാൻ ഇതുപോലൊരു ഇസ്ലാമിക് പ്ലാനർ ചെയ്യണമെന്ന് കുറേ കാലം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കിയത് 2023 ജൂലൈ മാസത്തിലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ആ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ ഞാൻ 1 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ തുടങ്ങണം, ഏത് ബുക്കിലുണ്ടാക്കണം, ഏത് രീതിയിലുണ്ടാക്കണം, എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഇതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും, നമുക്ക് നിസ്കാരം, ഓത്തും ദിക്റുകളും എല്ലാം ഏത് രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നിസ്കാരത്തിലും ഖുർആനോത്തിലും ദിക്റുകളിലും കൺസിസ്റ്റൻസി ഉണ്ടാവണം. നമുക്കെല്ലാം ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഇത് ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അടുത്ത മാസമാകുമ്പോൾ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. നമുക്ക് ഈ മാസത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് ഈ ഒരു പ്ലാനറിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, നമുക്കിത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ഐഡിയ നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഞാൻ കുറേ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. 2023 ജൂലൈ മാസത്തിൽ അപ്ലോഡ് ചെയ്തത്. ഈ ഒരു പ്ലാനർ കൊണ്ട് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നിസ്കാരത്തിലും ഖുർആനോത്തിലും ദിക്റുകളിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പുതിയ പുതിയ ദിക്റുകൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഖത്തം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. 1 മാസത്തേക്കുള്ള ഖത്തമെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 മാസം കൊണ്ട് തീർക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് പ്ലാനർ ചെയ്ത കുറേ പേരുടെ ജീവിതത്തിലും ഇതേപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റിൽ അറിയാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എൻ്റെ പ്ലാനർ കണ്ടിട്ട് പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും, അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ ഒരു പേജിൽ സലാ ട്രാക്കറാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മുടെ നിസ്കാരത്തിനെ ട്രാക്ക് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ഒരു സൈഡിലായിട്ട് ഞാൻ 5 ഫർള് നിസ്കാരങ്ങളുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ 1 തൊട്ട് 30 വരെയുള്ള ഡേറ്റാണ് എഴുതിയിട്ടുള്ളത്. ജൂൺ മാസത്തിൽ 30 വരെയല്ലേ ഉള്ളൂ. അങ്ങനെ 1 തൊട്ട് 30 വരെ ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. സലാ ട്രാക്കർ ഇതേപോലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ പ്ലാനർ എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഞാൻ വേറെ വേറെ രീതിയിലുള്ള സലാ ട്രാക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം എല്ലാ മാസവും ഡിഫറെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇത് മാർക്ക് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിസ്കാരം മിസ്സായിട്ടുണ്ടെങ്കിൽ ഇൻടു മാർക്കിടുക. നമുക്ക് പീരിയഡ്സ് ആണെങ്കിൽ ഇതേപോലെ റൗണ്ട് വരച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നിസ്കാരങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ നമുക്ക് നിസ്കാരങ്ങൾ മിസ്സായിട്ടുണ്ട്, എപ്പോഴാണ് നമുക്ക് പീരിയഡ്സ് ആയത്, ഏത് നിസ്കാരങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്,
എന്നുള്ള കോഡ്സാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നിസ്കാരത്തെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റും. അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ നിസ്കാരത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ സലാ ട്രാക്കർ ഉണ്ടാക്കുന്നത് കൊണ്ട്. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വേണം പ്ലാനർ ടിക്ക് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട്. പിന്നെ നിങ്ങൾ മാസാവസാനമാകുമ്പോൾ ഇതേ പ്ലാനർ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ നിസ്കാരങ്ങൾ മിസ്സായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മിസ്സായത്, ഇത് നിങ്ങൾക്ക് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം അടുത്ത മാസത്തെ പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അടുത്ത മാസത്തെ പ്ലാനറിൽ ഒന്നും നിങ്ങൾക്ക് നിസ്കാരം മിസ്സാവാൻ പാടില്ല. അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ ഒരു പേജിൽ ഖുർആൻ റീഡിംഗ് ആണ് കേട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതേണ്ട സൂറത്തുകളാണ് ഈ ഒരു പേജിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഖത്തം പ്ലാൻ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു മാസത്തേക്ക് ഖത്തം പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഇതേപോലെ സൂറത്തുകൾ ഓതാനാണ് എൻ്റെ പ്ലാന് ഇൻഷാ അല്ലാഹ്. ഫജ്ർ നിസ്കാരത്തിന് ശേഷം യാസീൻ, ഫാത്തിഹ, ആയത്തുൽ കുർസി, നാസ്, ഫലക്ക്, ഇഖ്ലാസ് ഇത്ര സൂറത്തുകൾ ഓതും. പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് ഫത്ത്ഹ ആണ് ഓതുന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് അന്നബ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് വാക്കിയ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് മുൽക്ക് ഇത്ര സൂറത്തുകൾ ഓതാനാണ് എൻ്റെ പ്ലാന്. ഇത് മാത്രമല്ല കേട്ടോ ഓതുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെയും ചേർക്കും. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വാക്കിയ മാത്രമല്ല റഹ്മാൻ സൂറത്തും യാസീൻ സൂറത്തും ഇങ്ങനെല്ലാം ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഓതേണ്ട സൂറത്തുകളാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് വേറെ ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാം കേട്ടോ. ഇത് തന്നെ ഓതണമെന്നില്ല. നിങ്ങളെ സമയം പോലെ നിങ്ങൾ ഇതിൽ സൂറത്തുകൾ ആഡ് ചെയ്യാം കേട്ടോ. കാരണം കുറേ പേർ കോളേജിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, വീട്ടു ജോലിയുള്ള ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം ഇത് ഓതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ സൂറത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോളേജിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാനുള്ള സമയമൊന്നും കിട്ടൂല. അങ്ങനെയുള്ള ആൾക്കാർ അസ്ർ നിസ്കാരത്തിന് ശേഷം, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ നിങ്ങൾ സൂറത്തുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പേജിൽ ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ സുന്നത്ത് നോമ്പിനെ ട്രാക്ക് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ ഈ ജൂൺ മാസത്തിൽ എത്ര സുന്നത്ത് നോമ്പ് നോക്കി എന്നത് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുക. നോമ്പെടുത്തത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എപ്പോഴൊക്കെയാണ് നോമ്പെടുത്തത് അത് ഇതേപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ കളായി പോയ നോമ്പുണ്ടാവില്ലേ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് വേണം നിങ്ങൾ നോമ്പെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2ൻ്റെ പ്രതിഫലം ലഭിക്കും. ഒന്ന് സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം, രണ്ടാമത്തേതായി നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ കളായിപ്പോയ നോമ്പിൻ്റെ പ്രതിഫലം. ഇങ്ങനെ 2 പ്രതിഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതൊരു ഡ്രസ്സിൻ്റെ ടാഗാണ് കേട്ടോ. ഇത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നമ്മുടെ സുന്നത്ത് നോമ്പിൻ്റെ ദിവസങ്ങളുണ്ടല്ലോ, മൺഡേ ആൻഡ് തേഴ്സ്ഡേ, അത് എഴുതിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. വെറുതെ ഒരു രസത്തിനാണ്, ഇത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ടാഗ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. ഈ ഒരു പേജിൽ സുന്ന പ്രേയേഴ്സാണ് കേട്ടോ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. നമ്മുടെ തഹജ്ജുദ് നിസ്കാരവും ളുഹ നിസ്കാരമാണ് നമ്മൾ ഈ ഒരു പേജിൽ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ദിവസവും തഹജ്ജുദും ളുഹായും നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്ലാനറിൽ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങൾ ദിവസം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തൽ കറാത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നിസ്കാരങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നിസ്കാരങ്ങളെ കൊണ്ടുപോകണം. ഈ 2 സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഗുണം ചെയ്യുന്ന നിസ്കാരങ്ങളാണ് കേട്ടോ ഇത്. ളുഹ നിസ്കാരത്തെക്കുറിച്ചും തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം എടുത്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാം കേട്ടോ. ഈ ഒരു പേജിൽ ഞാൻ 2 സുന്നത്ത് നിസ്കാരങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്, തഹജ്ജുദ്, ളുഹ. പിന്നെ ഇതിൽ 1 തൊട്ട് 30 വരെയുള്ള ഡേറ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ട്രസ്റ്റ് അല്ലാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. നിസ്കരിച്ചില്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ പ്ലെയിനായിട്ട് വിട്ടാൽ മതി. അടുത്ത പേജിൽ ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഞാൻ ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എക്സസൈസാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവാനും എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ ഞാൻ 1 തൊട്ട് 30 വരെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നമ്മൾ എവിടേക്കാണോ എക്സസൈസ് ചെയ്തത് അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ബ്ലാങ്ക് ആയിട്ട് വിടുക.
നിങ്ങൾ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഹാബിറ്റ് ട്രാക്കറിൻ്റെ താഴെ നോട്ട്സ് ആണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഈ മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. ഈ ഒരു പേജിൽ ഗുഡ് ഡീഡ്സ് ഓഫ് ദി ഡേ ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു മാസത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡേറ്റ് എഴുതിയിട്ട് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് മാസാവസാനമാകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊരു ഐഡിയ കിട്ടും. പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലോ ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾ ഒരാളെ 1 രൂപ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഈ ഒരു പേജിൽ ഡെയിലി അദ്കാറാണ് കേട്ടോ. നമ്മൾ ദിവസം ചൊല്ലുന്ന ദിക്റുകൾ ഈ പേജിൽ എഴുതി വെക്കുക. ഞാനിപ്പോൾ 2 ദിക്റുകൾ എഴുതുന്നുണ്ട്. ഒന്ന് സ്വലാത്ത്, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ. എന്നിട്ട് 1 തൊട്ട് 30 വരെ ഡേറ്റ് ഇതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ദിക്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഇത്ര സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിക്റുകൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ദിവസം നിങ്ങളിത് ചൊല്ലുന്നുണ്ടോ എന്ന് ഇതേപോലെ ട്രാക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ഇതേപോലെ നമ്പർ അടുപ്പിച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു തസ്ബീ മണിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മാസത്തെ നമ്മുടെ പ്ലാനർ ഇത്ര ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു പ്ലാനറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് പ്ലാനർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കുക. അതുപോലെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രമാത്രം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. അടുത്ത മാസം ഇതിനേക്കാളും നല്ലൊരു പ്ലാനറായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.